വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് സലാഡ് ഉണ്ടാക്കിയാലോ. ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുറിച്ചെടുക്കാതെ ഒരു വലിയ പീസാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റേക്കിനുള്ള പീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതോടുകൂടി തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ കുറച്ച് ഫ്ലേവർ കൂടി അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈ ബീഫിൽ തിരുമ്മി പിടിപ്പിക്കണം. ഈ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഫ്ലേവറും എല്ലാം ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. നന്നായി തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് കഴിഞ്ഞ് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ആ ഒരു പീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2 വശവും ഒരേപോലെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാതെ ഡയറക്റ്റായിട്ട് പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആദ്യം ഒന്ന് പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ 2 വശവും ഗ്രില്ലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രോക്കോളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രോക്കോളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. എത്രത്തോളം കനം കുറച്ച് അരിയാമോ അത്രയും കനം കുറച്ച് വേണം ബീഫ് അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കുക്കുംബർ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഗ്രില്ല് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 പിടി പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് 2 കാന്താരി മുളക് പൊടിയായിട്ട് അരിഞ്ഞത്, അതേപോലെ നമ്മൾ വേവിച്ച് വഴറ്റി വെച്ചിട്ടുള്ള ബ്രോക്കോളി. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര്, അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ തേൻ. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള തേനാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ശക്തി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് കമ്പൈനായി കിട്ടിയാൽ മാത്രം മതിയാവും. ഡയറ്റ് ചെയ്യണം എന്നാൽ നോൺ വെജ് ഒഴിവാക്കാനും പറ്റില്ല, അല്ലെങ്കിൽ സലാഡൊക്കെ കഴിക്കണം എന്നാൽ നോൺ വെജ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സലാഡാണിത്. ഇതിൽ നിങ്ങൾക്ക് ബീഫിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ ഫിഷ്, അല്ലെങ്കിൽ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട, ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടും ചേർത്ത് കൊടുക്കാം, അതല്ല ഹാഫ് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ബീഫ് ഉപയോഗിച്ചിട്ട് സലാഡ് തയ്യാറാക്കാത്തവർ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ.